ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 1 ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. സാന്ദ്രാനന്ദാവബോധാത്മകവും അനുപമിതവും ആയിട്ടുള്ള ആ ബ്രഹ്മതത്വം ആയിരക്കണക്കിന് ഉപനിഷത്ത് വാക്യങ്ങളിൽ കൂടിയും ശ്രുതികളിൽ കൂടിയും വേദങ്ങളിൽ കൂടിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ എപ്പോഴും അത് അസ്പഷ്ടമായിരിക്കും. എന്നാൽ അത് കാണുന്ന മാത്രയിൽ മോക്ഷദായകമാണ്. ഭഗവാൻ നമ്മളെ കാണുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വളരെ ഭാഗ്യമായിട്ട് അത് ഗുരുവായൂരമ്പലത്തിൽ വിരാജിക്കുന്നു. ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഈ മഹനീയമായിട്ടുള്ള ആ വിഗ്രഹം ഗുരുവായൂരിലിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ അതിന് മറ്റൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളുടെയൊക്കെ ഈ വായുപുരം ആയിട്ടുള്ള ശരീരം, പഞ്ചപ്രാണൻ, പ്രാണൻ, ഉദാനൻ, സമാനൻ, അപാനൻ, വ്യാനൻ, അങ്ങനെയുള്ള ഈ 5 പ്രാണങ്ങൾ, വായുക്കൾ നിയന്ത്രിക്കുന്നതായ നമ്മളുടെ ശരീരത്തിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെ കാണുന്നത് തന്നെയാണ് ഭാഗ്യം, അത് അറിയുന്നത് തന്നെയാണ് പരമപുരുഷാർത്ഥം. അവിടെ ദൃഷ്ടമാത്രേ, ഒരിക്കൽ നമ്മളുടെ ശ്രദ്ധ അതിൽ വീണു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്നും പിന്മാറില്ല. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകം അതിനോട് തുടർച്ചയാണ്. രണ്ടാമത്തെ ശ്ലോകം വായിക്കാം. ഏവം ദുർലഭ്യവസ്തൂന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദമന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഏവം, ഈ പറഞ്ഞതുപോലെയുള്ള ആ പരബ്രഹ്മ തത്വം ദുർലഭ്യവസ്തൂന്യപി, ദുർലഭ്യമായിട്ടുള്ള വസ്തുവാണ് എങ്കിൽ കൂടി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്, സുലഭതയാ ഹസ്തലബ്ധേ, ഇതാ നമ്മളുടെ കയ്യിൽ സുലഭമായിട്ട് കിട്ടിയിരിക്കുന്നു. ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ, കരതല അമലകം പോലെ, അല്ലെങ്കിൽ ഹസ്താമലകം പോലെ അത് അത്ര വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ കിട്ടിയിരിക്കുകയാണ്. യദന്യത്, എന്നിട്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും, തന്വാ വാച ധിയോവ, മറ്റു വസ്തുക്കളിൽ നമ്മളുടെ ശ്രദ്ധ പോവുകയാണല്ലോ. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ, അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിലെ വിഗ്രഹമായിട്ട് വിരാജിച്ചിരിക്കുന്ന ആ ഭഗവാനെ ശ്രദ്ധിക്കാതെ, ഇത്ര സുലഭമായി ഇത്ര അടുത്തുണ്ടായിട്ടും നമ്മളുടെ ശ്രദ്ധ മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളാണ് നമുക്ക് സന്തോഷം തരിക എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോണു. പിന്നെ വിഷമിക്കാറാവുകയാണല്ലോ ചെയ്യുന്നത്. അയ്യോ കഷ്ടം എന്നാണ്. യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രത ഏവ സ്ഫുടേയം. അങ്ങനെ മറ്റു വസ്തുക്കളാണ് സുഖം എന്ന് കരുതി അതിനെ ആശ്രയിക്കുന്ന, അതാണ് ഭജതി. ബദ, ജന, കഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ള ജനങ്ങൾ ക്ഷുദ്രത ഏവ സ്ഫുടേയം, അവർ ചെയ്യുന്നത് ശരിക്കും വിഡ്ഢിത്തമാണ്, ക്ഷുദ്രതയാണ്, കൊള്ളരുതായ്മയാണ്, മൂഢതയാണ്. അത് ആലോചിക്കുമ്പോൾ വളരെയധികം കഷ്ടം തോന്നുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയണത്. ഭഗവാനെ ആശ്രയിച്ച് അനിത്യമായ സന്തോഷം സ്വീകരിക്കാതെ മറ്റു പല ചെറിയ ചെറിയ ആനന്ദങ്ങൾ കിട്ടും എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി ഈ വിശിഷ്ടമായിട്ടുള്ള മനുഷ്യജന്മം പാഴാക്കുന്നത് തീർച്ചയായിട്ടും ക്ഷുദ്രതയാണ് എന്നാണ് ആ ആദ്യത്തെ ഭാഗത്ത്. പിന്നെ പറയുന്നു, എന്നാൽ നമ്മളങ്ങനെയല്ല, നമ്മൾ ഭഗവാനിൽ ഉറച്ച മനസ്സോടുകൂടി സകല ക്ലേശങ്ങളും മാറാനായിട്ട് എപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരാണ്. ഏതേ താവത് വയന്തു, അങ്ങനെയാണെങ്കിലും
നമ്മളെങ്ങനെയാണ്? വയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെയല്ല. സ്ഥിരതര മനസ്സ, നല്ല ഉറപ്പിച്ചിട്ടുള്ള മനസ്സോടുകൂടി ഏകാഗ്രതയോടെയാണ്. നമ്മളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടണമെന്നില്ല, അതോടെ ഉറച്ചിട്ടിരിക്കുകയാണ് ഭഗവാനിൽ. വിശ്വപീഡാപഹത്തെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? സകല ലോകത്തിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ഒരാൾക്കും ഒരു ക്ലേശവും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതോടൊപ്പം നമ്മളുടെ ക്ലേശങ്ങളും ഇല്ലാതാവും. നിശേഷാത്മാനമേനം, കാരണം എന്താണ്? ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല ഉള്ളത്, സകല ചരാചരങ്ങളുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സകല ലോകർക്കും നന്മ വരണം എന്ന് ആശ്രയിക്കുമ്പോൾ, അങ്ങനെ വിചാരിച്ചു ഭജിക്കുമ്പോൾ തീർച്ചയായിട്ടും സകലരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ നമ്മളോട് കൂടുതലായിട്ട് അനുഗ്രഹം ചൊരിയും. ഗുരുപവനപുരാധീശമേവാശ്രയാമ, അങ്ങനെ നിശേഷാത്മാനം, ആരും ശേഷിക്കുന്നില്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ ഇരിക്കുന്ന ആ ഭഗവാനെ, ആ ഗുരുവായൂരപ്പനെ ഞങ്ങൾ ആശ്രയിക്കുക തന്നെയാണ്. ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ദുർലഭ വസ്തുക്കൾ ഏവം ദുർലഭ്യ വസ്തു എന്ന് പറഞ്ഞില്ലേ, ആ ദുർലഭ വസ്തുക്കൾ ഈ ലോകത്തിൽ 3 എണ്ണമാണ് അത്ര ഉള്ളത്. മനുഷ്യനായിട്ട് ജനിക്കുക, 84 ലക്ഷം തരം സ്പീഷീസുകളുള്ളതിൽ സൃഷ്ടിയുടെ മകുടമായിട്ടുള്ള ആ മനുഷ്യജന്മം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടിയൊക്കെ നമ്മൾ കടന്ന് പല ജന്മങ്ങളും കഴിഞ്ഞ് പുണ്യം പരിഭാഗമാകുമ്പോഴാണ് ഈ മനുഷ്യജന്മം കിട്ടുക. അതൊരു കാര്യം. പിന്നത്തെ ദുർലഭ കാര്യം മുമുക്ഷുത്വം കിട്ടുക. മനുഷ്യന്മാരായിട്ട് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിച്ചാലും അതിലെ മുമുക്ഷുത്വം, അതായത് എനിക്ക് മോക്ഷം വേണം. മോക്ഷം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് മരിക്കുന്ന സമയത്ത് പോണ സ്ഥലമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി എന്ന അവസ്ഥ, മോക്ഷം വേണമെന്നുള്ള, ഭഗവാനോട് ചേരണം എന്നുള്ള ആഗ്രഹമുണ്ടാകുക, അതാണ് മുമുക്ഷുത്വം. കൂടാതെ 3-ാമത്തെ കാര്യം മഹാപുരുഷ സംഗമം, സത്സംഗം, സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച, ദുർജനങ്ങളുമായിട്ട് ചേരാതിരിക്കുക. അങ്ങനെയുള്ള ഈ 3 ഗുണങ്ങളും കൂടി കിട്ടുക എന്നതാണ് ഏറ്റവും ദുർലഭം. ഇപ്പം മേൽപ്പത്തൂരിൻ്റെ വാക്കുകളെ ഇങ്ങനെയും പറയാം, നമുക്ക് അത് 3 കിട്ടിക്കഴിഞ്ഞു. ഏവം ദുർലഭ്യ വസ്തു സുലഭതയാ കിട്ടിക്കഴിഞ്ഞു. മനുഷ്യജന്മം കിട്ടി, മോക്ഷം വേണം, ഭഗവാനോട് ചേരണം എന്ന ആഗ്രഹമുണ്ട്, സജ്ജന സംസർഗവും ഉണ്ട്. ഇത് 3 ലഭിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് എന്താ വേണ്ടത്? ഹന്ത ഭാഗ്യം ജനാനം, നമ്മൾ ഭാഗ്യമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഹസ്താമലകം പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ പ്രാർത്ഥന എന്താവണം? വിശ്വപീഠാപഹത്തി, ലോകത്തിലെ മുഴുവൻ പീഠകളും മാറണം, ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത്. ആ പ്രാർത്ഥനയെയാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താ? ഭഗവാന്റെ വാസസ്ഥാനം ഗുരുവായൂർ ശ്രീകോവിലിൽ മാത്രമല്ല, സകല ജീവികളുടെയും അന്തരാത്മാവാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഹൃദയം അത്ര വിശാലമാകും, ഭഗവാന്റെ അനുഗ്രഹം അവിടേക്ക് വേഗത്തിലെത്തുകയും ചെയ്യും. നമ്മളുടെ പുറത്തേക്ക് ബാഹ്യവിഷയങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നമ്മളെ ഭഗവാനിൽ നിന്നും അകറ്റാൻ അനുവദിക്കുമ്പോഴാണ് നമ്മൾ കൊള്ളരുതാത്തവർ, മൂഢന്മാർ, വിഡ്ഢികളായിട്ട് ജന്മം പാഴാക്കുന്നത്. അതിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കാതെ നമ്മളുടെ പ്രാരാബ്ധത്താൽ ലഭിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഭഗവതർപ്പണമായിട്ട് ചെയ്യുക, മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകും. അതുതന്നെയാണ് ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഏവം ദുർലഭ്യ വസ്തൂന്യഭിസുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം
ഗുരുപവനപുരാധീശമേവാശ്രയാമ. 2-3 പ്രാവശ്യം ആ ശ്ലോകം ഒന്ന് വായിച്ചാൽ മതി. അപ്പം അത് മനസ്സിൽ ഉറച്ചോളൂ. ഇനി 3-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ പറയാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.